മാധ്യമ സെൻസർഷിപ്പ് എന്നതിനെ കുറെ കൂടി ക്ലാരിറ്റിയോടെ സമൂഹ മാധ്യമ സെൻസർഷിപ്പ് എന്ന് തന്നെ പറയണം. കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കൊണ്ട് വിശദീകരിപ്പിക്കാൻ, ആ വിശദീകരണം തൃപ്തികരമാണോ എന്ന് വിലയിരുത്താൻ, ഹെലികോപ്റ്റർ വിവാദമുണ്ടായപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ് കുടുങ്ങിയതും പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചതും അതിലെ പ്രശ്നങ്ങളൊക്കെ ആളുകൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു. പക്ഷേ ആ വിധത്തിലൊക്കെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ ഇടപെടിക്കാൻ, വിശദീകരിപ്പിക്കാൻ നിർബന്ധിതനാക്കും വിധത്തിലേക്ക് മാധ്യമങ്ങൾ ഇടപെടുന്നില്ല. കുറ്റകരമായ മൗനം പാലിക്കുന്നു എന്ന പ്രശ്നം അവിടെ അതിന് ചെക്ക് വെക്കാൻ പാകത്തിന് ഒരു വിഷയത്തെ കൊണ്ടുവരികയും ചെയ്യുന്നു. മെസ്സി വിവാദം എന്ന ഓമന പേരിൽ പറയുന്നത് അത് അന്വേഷിച്ച് വരുന്നതിനനുസരിച്ച് ഏത് തലത്തിലും അന്വേഷണത്തിലേക്ക്, ആ ചർച്ചകളിലേക്ക് പോകാൻ ആർക്കാണ് തടസ്സം? പക്ഷെ പ്രശ്നം എന്താണ്? കേരളത്തിലെ ദൃശ്യമാധ്യമ മാനേജ്മെൻറ്റുകൾക്കിടയിൽ നിലനിൽക്കുന്ന കുടിപ്പകയുടെ ഭാഗമായി രൂപപ്പെടുത്തിയൊരു വിവാദമാണ്. പക്ഷേ അങ്ങനെ കാഴ്ചക്കാർക്ക് മുമ്പിൽ ആ വിവാദം കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് അതിനൊരു രാഷ്ട്രീയ വിവാദത്തിൻ്റെ മേമ്പൊടി ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിൻ്റെ ലക്ഷ്യം വേറെയാണ്, അത് അവർ തമ്മിൽ തീർക്കട്ടെ. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 3 മാസം പോലും ആകും മുമ്പ് വളരെ ഗുരുതരമായ ആരോപണങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു വരി കൊണ്ട് പോലും അതിനോട് വിശദീകരിക്കാൻ ബാധ്യസ്ഥനല്ല എന്ന നില വന്നാൽ അത് ഏത് ജനാധിപത്യ സമൂഹത്തിനാണ് ഭൂഷണമാവുക? ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പറയാം. ഫേസ്ബുക്കും ഇൻസ്റ്റയും പൂർണ്ണമായും മുക്കിയ, ജനങ്ങൾ വായിക്കരുത്, അറിയരുത് എന്ന് പറഞ്ഞ രണ്ട് കാർഡുകൾ. ഒന്ന്, പ്രതിപക്ഷ നേതാവ് പറയുന്നു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് നടപടി വന്നാൽ അയാളെ സംരക്ഷിക്കുന്ന രീതി, ആ നിലയിൽ പോകുന്ന ഒരു കാർഡുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റേതാണ്. അത് മെറ്റയ്ക്ക് എന്ത് താല്പര്യമാണ്? മെറ്റ ആ വാർത്ത പ്രചരിക്കുന്നത്, ആ കാർഡ്, സോഷ്യൽ മീഡിയ കാർഡ് പ്രചരിക്കുന്നത് തടയുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ സമൂഹ മാധ്യമ അടിയന്തരാവസ്ഥയ്ക്കെതിരെ, അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ചയാൾ ഞങ്ങളുടെ ചീഫ് എഡിറ്റർ കൂടിയായിട്ടുള്ള ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ആണ്. പാർലമെൻറ്റിലും പുറത്തും ഒക്കെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ വിമർശനം അടങ്ങുന്ന കാർഡും പ്രചരിക്കുന്നത് തടയുകയാണ്. എന്നിട്ട് അതിൽ പറയുന്നത് എന്താണ്? മെറ്റ അത് വായിച്ചു നോക്കാമല്ലോ. We restricted access to this content through an automated system implemented pursuant to legal requirements under India's Information Technology (Intermediary Guidelines and Digital Media Ethics Code Rules) ഇത് പ്രകാരം തടയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ 2021 ആ നിയമപ്രകാരം എന്താണ്? രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വ്യാജ വാർത്തകൾ, വിദ്വേഷ പ്രചാരണത്തിലൂടെ ക്രമസമാധാന തകർച്ചയുണ്ടാക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ, ഇവ നീക്കം ചെയ്യാനാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ആ വ്യവസ്ഥ എന്നാൽ ഇവിടെ ഇപ്പോൾ എന്താണ്? അങ്ങനെ ഏതെങ്കിലും ഒന്നാണോ? രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലാണോ കേരളത്തിലെ പ്രശ്നം നിൽക്കുന്നത്? ആ നിലയിൽ ഏതെങ്കിലും വ്യാജ വാർത്തയാണോ? ഓപ്പറേഷൻ തൂഫാൻ വ്യാജമാണോ? അത് ഈ സർക്കാരിൻ്റെ പദ്ധതിയല്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അറസ്റ്റ് ഉണ്ടായത്? അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ആ പ്രതികൾ ജയിലിൽ കിടക്കുന്നത്? അതെങ്ങനെ വ്യാജ വാർത്തയാകും? അതിലൂടെ ഏതെങ്കിലും വിദ്വേഷ പ്രചാരണത്തിനും സമൂഹത്തിൽ അപകടകരമായ നിലയുണ്ടാക്കാനും കഴിയുന്ന എന്ത് സാഹചര്യമാണുള്ളത്? അപ്പോൾ നിയമത്തിൽ പറയുന്ന വ്യവസ്ഥകളെ ദുരുപയോഗിക്കുകയാണ്. ഈ തരം പ്രശ്നങ്ങൾ വന്നാൽ മാത്രമാണ് സമൂഹ മാധ്യമങ്ങളിലെ കാർഡുകളും വാർത്തകളും നീക്കം ചെയ്യാൻ കഴിയൂ. റൂൾ അതാണ് പറയുന്നത്. പകരം ഇവിടെ യഥാർത്ഥത്തിൽ അഴിമതിയും അതുമായി ബന്ധപ്പെട്ട ഭരണപരാജയങ്ങളും ഇത് വിമർശിക്കുന്ന മാധ്യമ വാർത്തകളും തടയുന്നു. ഭരണാധികാരം ഉപയോഗിച്ചല്ലാതെ പിന്നെ ആരാണ്, എങ്ങനെയാണ് മെറ്റ ഇതിന് തയ്യാറാകുന്നത്? അപ്പോൾ താല്പര്യക്കാരാരാണ്? അത് ഈ സർക്കാരല്ലേ? ആ സർക്കാരിൻ്റെ മുഖ്യമന്ത്രി ആരാണ്? VD സതീശനല്ലേ? അദ്ദേഹമല്ലേ ഉത്തരം പറയാതെ നിൽക്കുന്നത്? കേന്ദ്രത്തിൽ എങ്ങനെയാണോ മോദി സർക്കാർ അവർക്ക് താല്പര്യമില്ലാത്ത, അവർക്ക് ദോഷകരമായ വാർത്തകളെ ഈ വിധം കൈകാര്യം ചെയ്യുന്നത്, അതേ രീതി, അതേ ശൈലി ഇവിടെയും ഈ സർക്കാർ, മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. റൂളുകൾ ദുരുപയോഗിച്ചുകൊണ്ട് തന്നെ അതിന് എങ്ങനെ ഈ ചങ്ങാത്തം പരസ്പര സഹായകരമായി നിൽക്കുന്നു കേന്ദ്രത്തിലും കേരളത്തിലും ആലോചിക്കേണ്ട വിഷയം തന്നെയാണ്.